ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഞാനിപ്പോൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണേ വൈകുന്നേരം 5 മണിക്ക് ഇന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണേ. ഇന്നലെ ഉറങ്ങി ഒരു 4-8 ഞാൻ മൊബൈൽ ഓഫാക്കി കേട്ടോ. ഇന്നലെ 4-8 മൊബൈൽ ഓഫാക്കി. ഇന്നലെ രാത്രി മറ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു കുഞ്ഞാവ പറഞ്ഞിട്ട് ചെറിയ ഞങ്ങൾ 3 നടന്നേ. അവൻ്റെ ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ അവനുണ്ടായിരുന്നു, പിന്നെ ഞാൻ ഉണ്ടായിരുന്നു. ഞങ്ങളതിനെ കടന്ന് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവണ്ട് നിസ്കരിക്കണ പോലെ ഉണ്ട്. എണീറ്റ് ഞാൻ മൂത്രം വയ്ക്കാൻ പോകുമായിരിക്കുമെന്ന് ഞാൻ അവിടെ ചാർജ് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഊരി അതിൻ്റെ പ്ലഗ് കുത്തി ബാത്റൂമിലേക്ക് സെപ്പറേറ്റ് വേറെ വയറ് വലിച്ചിട്ടിട്ട് പ്ലഗ് കുത്തിയിട്ട് അങ്ങനെ ബാത്റൂമിലേക്ക് ലൈറ്റ് പോകുന്നത്. ഞാൻ നേരെ കുത്തിയിട്ട് ഞാൻ മൂത്രം പോകാമെന്ന് വെച്ചിട്ട് ഞാൻ വേഗം കുത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി അവനെ നോക്കിക്കൊണ്ട് അവൻ എണീറ്റിട്ട് ഇങ്ങനെ മറ്റേ നിസ്കരിക്കുന്ന പോലെ കിടക്കണേ. ഞാൻ എൻ്റെ കിളി പോയി. ഞാൻ അമ്മേ ഇപ്പം എന്താ ചെയ്യുക, ഇവനെന്തോ ആയല്ലോ, ഇപ്പം എന്താ ചെയ്യുക അങ്ങനെയൊക്കെ വിചാരിച്ച് കുറേ കഴിഞ്ഞ് അവനെ അവൻ്റെ കാല് പിടിച്ച് വലിച്ചിട്ട് ഞാൻ അവനെ അവിടെ കടത്തി. ഞാൻ അവൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അവനെ ഇപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ പാഞ്ചേക്കാം, അവൻ നാണം കെടൂലേ. അതുകൊണ്ട് ഞാൻ ഫോട്ടോ കാണിച്ചു തരുന്നില്ല ആരാന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ അടിയന്തരം നടക്കുന്ന വീട്ടിലുണ്ട് എന്തൊക്കെയോ ഒച്ചപ്പാട്. ഞാൻ അവിടെ അടി അടക്കിയിരിക്കുന്നു കേട്ടോ. എന്തൊക്കെയോ കുറേ ഒച്ചപ്പാട്. രാത്രി 2-3 മണിയായപ്പോൾ ഭയങ്കര ഒച്ചപ്പാട്. ഞാൻ വാല് തുറന്നിട്ട് പോയി നോക്കിയപ്പോൾ ഒച്ചപ്പാടിൽ കാരണം അവർ ഇന്ന് പുലർച്ചെ ഒരു 2-3 മണിക്ക് അവർ കാരണം അവിടെ എന്തൊക്കെയോ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവിടെ പായൊക്കെ വിരിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നത് അതായിരുന്നു അവിടെ പറഞ്ഞുകൊണ്ട് തന്നെ. ഞാൻ അവിടെ അടി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിച്ചിട്ട് ഞാൻ ഇങ്ങനെ പോയി അവരെ വീടിൻ്റെ അടുക്കളേൻ്റെ ഭാഗത്ത് കൂടെ ഇങ്ങനെ കയറി നോക്കിയിട്ട് എന്തോ സംഭവം അടി തന്നെയാണോ എന്തോ സംഭവം ക്ലിയറായിട്ട് അറിയുന്നില്ല. ഇങ്ങനെ പോയി നോക്കി. അപ്പോഴറിഞ്ഞാൽ അത് കാരണം വരെ എന്തൊക്കെയോ വർത്തമാനം പറയാമെന്ന്. എന്നിട്ട് ഞാൻ നേരെ വന്ന് കടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ കുറേ നേരം മൊബൈൽ കളിച്ചിരുന്നു, കുറേ നേരം യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഒരു മൊബൈൽ ക്ലിയർ വെച്ചത് 7 ഒരു 4-8 മൊബൈൽ ക്ലിയർ ഞാൻ എടുത്ത് വെച്ച്. 7 മണിക്ക് ഉറങ്ങിക്കൊണ്ട് തന്നെ ഞാൻ എണീറ്റ് 11 മണിക്ക് എണീറ്റ് കേട്ടോ. അപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടിൽ അടിയന്തരം നടക്കുന്ന വീട്ടിൽ ഫുള്ള് തിരക്ക്. അവിടെ സാധനങ്ങളൊക്കെ ഒതുക്കാനായതൊക്കെ ഉണ്ടായിരുന്നു. എന്നെ വിളിച്ച് ഞാൻ പോയി സഹായിച്ചു കൊടുത്ത്. രാവിലെ തൊട്ട് ഇന്ന് വരെ ഇപ്പോൾ വരെ ഫുള്ള് പണി. പോയി ടാർപ്പായി കെട്ടി, പിന്നെ മണ്ണൊക്കെ ഒതുക്കി, പിന്നെ ടേബിളൊക്കെ ഇട്ട് വെച്ചാൽ ചോറ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്മാവില്ലേ, രാവിലെ ഉപ്മാവ്, പിന്നെ ഉച്ചയ്ക്ക് സദ്യ. വൈകുന്നേരം ഇപ്പോൾ എനിക്കെന്താ അറിയില്ല, ഇവിടെയൊക്കെ തണുപ്പ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടില്ലേ, എന്തോ ഉള്ളിൽ എന്തായ പനി പിടിച്ച പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ അവിടെ നിന്ന് നേരെ അതൊക്കെ കയറ്റി കൊടുത്തിട്ട് പൈസ കൊടുക്കാൻ പോയി. വേറെ ചേച്ചി അവരെ എന്തായാലും പരിപാടി കഴിഞ്ഞല്ലോ, അവരെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പോയി. ഒരേട്ടം വന്നിട്ട് എനിക്ക് ഈ പൈസ അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നടന്നു പോയിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്ത് തിരിച്ചു വന്നിട്ട് നേരെ നന്ദുവിനെ ഞങ്ങൾ ഇവിടെ വിളിക്കുക. എൻ്റെ കസിൻ അനിയന നന്ദുവിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഇവിടെ ചുങ്കത്ര ഭാഗം ഇവിടെ ഈ വ്ളോഗ് ഇവിടെ ഉള്ളവർ കാണാൻ എനിക്ക് മനസ്സിലാവും. ഇതാ ചുങ്കത്ര ഭാഗം, ഇത് മൊട്ട. ഇവൻ്റെ അനിയാണ് ഞാൻ പറഞ്ഞേ ഇന്നലെ അങ്ങോട്ടും ഇങ്ങോട്ട് കളിച്ചു. അവരവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. പട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വന്നാൽ അപ്പോൾ കുറച്ചും കൂടി കോടയൊക്കെ മൂടിയിട്ട് ഇവിടെയൊക്കെ ഉണ്ടാവും. കുറച്ചും കൂടി കോടയൊക്കെ മൂടി മലയൊക്കെ ഒരു വൈറ്റ് ഷെയ്ഡായിട്ട് ഇങ്ങനെ നടക്കുന്നത്. കോടയൊക്കെ മൂടി നല്ല രസ കാലാവസ്ഥയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ കാലാവസ്ഥ വരുമ്പോൾ നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കാലാവസ്ഥ. അധികം വെയിലും ഇല്ല, അധികം ചൂടുമില്ല, ഫുള്ള് ഇങ്ങനെ കോട മൂടി കിടക്കാൻ നല്ല രസം. ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് കോട മൂടിയിട്ട് നല്ല രസം അതൊക്കെ കാണാൻ. നല്ല പനിക്കണ പോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ പോയിട്ട് ഒരു പാരസെറ്റമോൾ കഴിച്ചിട്ട് എവിടെയൊക്കെ ഒന്ന് കിടക്കട്ടെ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥ തോന്നുന്ന പോലെ മാറുന്നു. ഇപ്പോൾ രാവിലെ ഇപ്പോൾ നല്ല വെയിലാണെങ്കിൽ ഉച്ച കഴിഞ്ഞാൽ ചില ടൈമിൽ വെയിലുണ്ടാവും, ചില ടൈമിൽ അജാതി തണുപ്പ്. ഇപ്പോൾ വമ്പ തണുപ്പ്. ഞാൻ സഹിച്ചു. ഓരോരുത്തരും ഹുഡിയൊക്കെ ഇട്ടുണ്ടാവും. ഇവൻ മുണ്ടായും കൊണ്ട്, സാമി മുണ്ടായും കൊണ്ട് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. സീമ അവനുണ്ടോ ഹുഡിയൊക്കെ ഇട്ടിട്ട് അവനധികം ചൂട് വെക്കില്ല. എനിക്കത് പനിക്കോല ഉണ്ട്. ജലദോഷമാണെങ്കിൽ പോകുന്നില്ല. ഇപ്പം നേരെ വീട്ടിൽ പോയിട്ട് ഒരു ഗുളിക അടിച്ചിട്ട് എവിടെയൊക്കെ കടന്നു നോക്കട്ടെ. മേലൊക്കെ വേദന എടുക്കണ പോലെയൊക്കെ തോന്നുന്നുണ്ട്. പനി അടിച്ച് രാവിലെ തൊട്ട് പനി തന്നെ. അങ്ങനെ കുറേ ആൾക്കാർ സദ്യ വിളമ്പി കൊടുക്കുക, പിന്നെ ചായ അല്ല വെള്ളം കൊടുക്കുക, പിന്നെ അച്ചാർ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇങ്ങനെ എല്ലാവർക്കും കുറച്ചധികം അധികം ആൾക്കാരുണ്ടാണല്ലോ, എല്ലാവർക്കും തന്നെ കൊടുക്കുക. ഫുള്ള് റെസ്റ്റ് ഇല്ലാത്ത പണി. എന്തായാലും പണിയെടുക്കണേ മോശം കാര്യമൊന്നുമല്ല, നല്ല കാര്യം തന്നെ പണിയൊക്കെ എടുക്കണേ.
എന്നാലും അതിന് കുറച്ച് ഒരു ഇത് കിട്ടും, എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് കിട്ടും. നമ്മൾ പിന്നെ വേറെ എവിടെയെങ്കിലൊക്കെ അങ്ങനെ വിളമ്പ് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് വിളമ്പാൻ വേണ്ടി പറഞ്ഞയച്ചാൽ നമ്മൾ കറിയും കളിക്കണ്ടല്ലോ. ഇപ്പം തന്നെ എനിക്ക് വല്ലതും എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി വേറെ നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് വയ്യ. എനിക്ക് നല്ല പനി ഉള്ള പോലെയുണ്ട്. കുറച്ച് നേരം കയറി കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ എല്ലാവരും അതിന് വല്ല വെയ്യണ്ട, അവിടെ വലിയ ഇതേപോലത്തെ കമ്പിയൊക്കെ ഉണ്ട്, അവിടെ കയറും. 5:40 ഇതുണ്ടോ അവിടെയൊക്കെ കുറച്ച് ക്യാമറയിൽ കാണുന്നില്ലല്ലോ, അധികം കോടേൻ്റെ കാണുന്നില്ല, കണ്ടോ നല്ല കോടയൊക്കെ ഉണ്ട്. ഇന്ന് നടക്കാൻ കുറച്ച് അടിപൊളിയാണ്, പക്ഷേ ഭയങ്കര തണുപ്പ്. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിരിക്കണം. മൊബൈൽ കുത്തിച്ച് തീരെ ചാറില്ല, എനിക്കിപ്പോൾ കടന്നുറങ്ങാൻ തോന്നുന്നു. ഇവിടെ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ 2 ആൾ അങ്ങോട്ട് പോയിക്കണം, അവരിപ്പോൾ വരും. ഇവിടുന്ന് ചുരുണ്ട് പടങ്ങി പോപ്പൊക്കെ വെച്ച് കടന്നുറങ്ങാനുള്ള പ്ലാനിലാണ്. ഗുളിക ഇടിക്കാനെങ്കിൽ അങ്ങോട്ട് നടക്കാൻ വയ്യ, തണുക്കുന്ന കാലിൻ്റെ ഇടയ്ക്ക് ഈ ടൈൽസിലും പിന്നെ ഇങ്ങനത്തെ കാവിൻ്റെയിലും വലിയ തണുക്കുന്ന. അത് നടന്നു വന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തപ്പോൾ കൈ മേത്ത് തൊടാൻ പറ്റില്ല, അത്ര തണുപ്പ്. ഇപ്പോൾ ഇത് അടുപ്പത്ത് കൊണ്ടുപോയില്ല, അടുപ്പത്ത് കൊണ്ടുപോയിടല്ല, അടുപ്പത്ത് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് കൈ ഒന്ന് ചൂടാക്കി എടുക്കണുണ്ട്. പോവാൻ വയ്യ. അമ്മയടുത്ത് ഗുളിക എടുത്ത് ചോദിച്ചോ, പാരസിറ്റമോള് തീരെ വയ്യ. അമ്മയുടെ കോൾ ചെയ്യാ, ഇപ്പൊ ഞാൻ തന്നെ പോകേണ്ടി വരുമല്ലോ. പാരസിറ്റമോൾ എവിടെ അമ്മ? എവിടെ? എവിടെ ചൂടുണ്ടോ? ആരും അടുപ്പ് വരെ കത്തിച്ചിട്ടില്ല. എനിക്ക് തീരെ വയ്യ. എന്തായി? ജലദോഷ വയ്യ. ഞാൻ കത്തിച്ച് വെള്ളം ചൂടാക്കി. 2 ഓലക്കൊടി വിട്ടുകൊണ്ടേ ചെറിയ അരി അതിലിട്ട് പച്ചരികൾ ഇട്ടിട്ട് കഞ്ഞി തിന്നാൻ പോകും. രാവിലെ കഴിഞ്ഞത് ആണ് പോയിട്ടാ. കുറച്ച് കടന്നുറങ്ങട്ടെ. ഗുളിക കുടിച്ച് നെറ്റുണ്ടോ ഉണ്ണീൻ്റെ? കുറച്ച് കടന്നുറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എണീക്കാൻ പോവാണ്. ഇപ്പോൾ ചാർജില്ല, കുത്തി വെച്ചിട്ട് കുറച്ച് നേരം കടന്നുറങ്ങട്ടെ. ഗുളിക കുടിച്ച് കുറച്ച് കാലമായിട്ട് പുതപ്പാണോ? അവർക്കത് കുഴപ്പമുണ്ട. ഞാൻ പോപ്പ് വെച്ചിട്ട് ഇവിടെ കടന്നുറങ്ങട്ടെ. എന്താ തലവേദന എടുക്കുന്നവരുണ്ട്, ജലദോഷം, പിന്നെ ഉള്ളിൽ എന്തൊക്കെയോ വയ്യ. അമ്മായി ഇതിവിടെ ഇടുന്നോ? വാ ഒന്ന് പറയണ്ടേ, വാ വാ എനിക്ക് അവിടെ ചൂട് തടുന്നോ? അവിടെ പോപ്പ് വെച്ചിട്ടുണ്ടോ? നേരത്തെ പറയണ്ടേ? പോപ്പ് നല്ല പഞ്ഞുള്ള പോപ്പുണ്ട്. അടുത്തോ അമ്മ കുളി കുടിച്ച് കഴിഞ്ഞപ്പോ കുറച്ച് ഇത് കിട്ടിയ കേട്ടോ. നേർത്തിയാണ് ഒരു പാരസിറ്റമോൾ അങ്ങനെ തന്നെ കുടിച്ചമ്മ. പായസം അമ്മ പറഞ്ഞേ, ചോറ് വേണ്ട പായസം ഇടേ. ഞാൻ പോയി ഇരിക്കട്ടെ, കാല് വലിച്ച് ഉറപ്പില്ല, കാല് വലിച്ച് ഉറപ്പില്ല. ഇല്ല എണ്ണയല്ലേ. ഗൈസ് ഉറങ്ങിയ ഗൈസ്. സിനിമ ആണെന്ന് ഒരു ഗുളിക ഒരു പാരസിറ്റമോൾ മൊത്തം കുടിച്ചപ്പോൾ കുറച്ച് വയറത്ത് കുറച്ചധികം
ഇപ്പൊ കുറച്ച് നല്ല ഉഷാറായിരിക്കും. അവിടുത്തെ പായസം ഞാൻ അവിടുന്ന് അധികം കുടിച്ചിട്ടില്ല. ഞാൻ ഒരു ഗ്ലാസ് ചോറ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് കുടിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് എവിടെ നിന്ന് കുടിക്കുന്നത്? കുറച്ച് ചോറ് കഴിക്കാൻ പോട്ടെ. കുടി കുടിച്ചൊരു ഉറക്കുറങ്ങിയാൽ പോയി കുറച്ചൊരു ഉഷാറ് കിട്ടിയാണ്. നീ ഇതിങ്ങനെ അടക്ക്. എന്നിട്ട് ഞാൻ പറയുമ്പോ അല്ലേ തിരിഞ്ഞു നോക്കണം കേട്ടോ. ഇങ്ങനത്തെ തിരിഞ്ഞു ക്യാമറ തിരിഞ്ഞു നോക്കണം. ആ കേട്ടോ കൂട്ടെ പോട്ടെ. ആ റൂമുക്ക് ചോറ് കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കാവും. കുടി കുടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഉഷാറുണ്ട്. എന്താ അറിയില്ല, തലയൊക്കെ മൂടി കിടന്ന് തണുത്ത കൊണ്ടാണ് എന്താ അറിയില്ല. ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളവിടെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ തണുത്ത് വരച്ചിരിക്കുകയായിരുന്നു. എന്തൊരു തണുപ്പായിരുന്നു അറിയോ. ഇത് വീട്ടിലേക്കൊന്ന് ഈ ബോപ്പിനോട്ട് ഇവിടെ കടന്ന് കുറേ അപ്പോഴേ ഞാൻ കുറച്ചൊന്ന് ഉഷാറായത്. ഞാൻ പനി പിടിച്ചിട്ടുണ്ടാവുന്നത്. നല്ല ചിരി വരുന്നുണ്ടല്ലേ. എന്ത് രസം കാണാൻ. നല്ല രസമുണ്ടല്ലോ കാണാൻ. നല്ല രസമുണ്ടല്ലോ കാണാൻ നല്ല രസമുണ്ടല്ലോ. പോയില്ലേ? ഞാൻ ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ വെക്കാട്ടെ. ഞാൻ പനിയുടെ കുറേ കാണാൻ കടന്നു തുടങ്ങി. ഇപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിച്ച് എല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത വ്ളോഗായിട്ട് വരാം. നാളെ കാണാം. നാളെ കാണാന്ന് പറയാം. കൈ എണീച്ചോ അടിച്ചോ. മെല്ലെ അടിക്കണം കേട്ടോ.